ദൂരം അനന്തമായ ആകാശത്തിലൂടെ സഞ്ചരിച്ചിട്ടും ജഗത് രൂപത്തിലുള്ള അവിദ്യയെ തരണം ചെയ്യാൻ പറ്റിയില്ല. ഭ്രമന്തി അന്യേഷു കേഷിച്ചിത്. ഒരു ലോകം അവസാനിക്കുമ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് അവർ ചെന്നെത്തുന്നു. ഇങ്ങനെ പല ലോകങ്ങളിലുമായി പലരും ഇപ്പോഴും ഭ്രമിച്ചുകൊണ്ട് തന്നെ കഴിയുന്നു. അവർ ഈ ജനിക്കുക മരിക്കുക എന്നുള്ളത് ഈ വിഭജിത്തുക്കളുടെ സഞ്ചാരം പോലെ ഒരു ഏർപ്പാടാണ്. ഒരു ശരീരത്തിൽ ജീവിക്കുന്നു, എന്തൊക്കെയോ അനുഭവിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, തിന്നുന്നു, കുടിക്കുന്നു, മതിക്കുന്നു, തട്ടഹസിക്കുന്നു, ബസ്സിന് കല്ലെറിയുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഒരു ദിവസം ഠിം എല്ലാം കഴിഞ്ഞു. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. ഇന്നലെ അദ്ദേഹത്തെ കണ്ടതല്ലേ, ഇന്ന് രാവിലെ ഹീസ് നോ മോർ. ഏ ദിൽമാങ്കെ മോറല്ല, ഹീസ് നോ മോർ. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇന്നലെ രാത്രി അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കിടന്ന് തലകുത്തി മറിയാൻ മാത്രം ഒന്നുമില്ല. ഇവിടെ മസിൽ പിടിക്കാനും ഇല്ല. ഞാനിപ്പോൾ ശരിയാക്കി കളയും, അങ്ങനെയുള്ള ഭാവമൊന്നും വേണ്ട. ഇതൊക്കെ അവിദ്യയുടെ വെറും വിജൃംഭണങ്ങൾ മാത്രം. അപ്പോൾ പലരും ഈ ജഗത് ഭ്രമങ്ങളിൽ കുടുങ്ങി ഇപ്പോഴും കഴിയുന്നുണ്ട്. വിഭജിത്തുകളല്ല, അല്ലാതെ എത്രയോ ജീവന്മാർ, കോടിക്കണക്കിലെ ജീവന്മാരിൽ ഒരു 4 പേരുടെ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. പലരുടെയും കാര്യം ഇവിടെ വിസ്തരിച്ച് പറയാൻ സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കശ്ചിൻ മൃഗോ കശ്ചിൻ മുക്തോ മൃഗഃ കശ്ചിത് കൈശ്ചിത് അധ്യാപിതൗ ക്വചിത് ഭ്രമതഃ പ്രാക്തനാനൽപ സംസ്കാര വിവശീകൃതൗ. ഈ 4 പേരിൽ ഒരാൾ മുക്തനായി, ഒരാൾ മാനായി ഇപ്പോഴും കഴിയുന്നു. 2 പേർ ദൃശ്യഭ്രമങ്ങളിൽ കുടുങ്ങി അനന്തമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാക്തന അനൽപ സംസ്കാര വിവശീകൃതവും. ഈ ദൃശ്യത്തിൻ്റെ അന്തം കാണണം എന്നുള്ളത് ഇവർ അനാവശ്യമായി എടുത്ത ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുക്കേണ്ടിയിരുന്നില്ല. അതിൻ്റെ ഫലമാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭ്രമം ഒരിക്കലും അവസാനിക്കാതെ അവരുടെ മുമ്പിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അത് അനൽപമായ സംസ്കാരം കാരണമായിട്ടാണ്. ദൃഢനിശ്ചയം നല്ലത് തന്നെ. പക്ഷേ സത്യത്തിൽ വേണം പിടിമുറുക്കാൻ. അസത്യത്തിൽ പിടിമുറുക്കിയാൽ ആ പിടി അയഞ്ഞു കിട്ടുക വളരെ പ്രയാസമാണ്. അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് നയിക്കും. സത്യത്തിനെ അല്ല അവർ പിടിച്ചത്, അജ്ഞാനത്തെ, അവിദ്യയെയാണ്. ഈ പ്രപഞ്ചം എന്താണ് എന്ന് താത്വികമായി വിശകലനം ചെയ്യുന്നതിന് പകരം പ്രപഞ്ചത്തിൻ്റെ അന്തം കാണാനായി യാത്ര തിരിച്ചു. അതാണ് വിഭജിത്തുകൾക്ക് പറ്റിയ പറ്റ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീരാമ ഉവാച കീദൃശേഷു ക്വ ദൂരേഷു തേ ജഗത്സു വിപശ്ചിതഃ ഭ്രമന്തീതി മുനേ ബ്രൂഹി മയി ചേജ്ജായതേ കൃപാ. അങ്ങേക്ക് എന്നോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ഈ വിപശ്ചിത്തുകൾ ഏതൊക്കെ ലോകങ്ങളിലാണ് കഴിയുന്നത് എന്നൊന്നു പറഞ്ഞു തരാമോ? അവർ ലോകങ്ങളിൽ നിന്ന് മറ്റു ലോകങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അനന്തമായ യാത്രയിലാണവർ. ഇപ്പോൾ അവർ എവിടെയാണുള്ളത്? ഏത് ലോകത്തിൽ, ഏത് ബ്രഹ്മാണ്ടത്തിൽ, ഏത് ഗ്രഹത്തിൽ? ഇതൊന്ന് അങ്ങ് പറഞ്ഞു തരണം. എന്നോട് ദയവുണ്ടെങ്കിൽ, എന്നോട് കൃപയുണ്ടെങ്കിൽ. കീദൃശേഷു എങ്ങനെയുള്ള ലോകങ്ങളിലാണ്, ക്വ ദൂരേഷു എത്ര ദൂരത്തുള്ള ലോകങ്ങളിലാണ് ഈ വിഭജിത്തുകൾ ഇപ്പോൾ കഴിയുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? അവിടെ പോകാനൊന്നുമല്ല, അറിയാനുള്ള ഒരു കൗതുകം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിലാണ് ഈ വിഭജിത്തുകൾ കഴിയുന്നത്. അത് ഏത് ബ്രഹ്മാണ്ടം എന്ന് വസിഷ്ഠ മഹർഷി എങ്ങനെ പറയാനാണ്? നമ്പറുണ്ടോ ബ്രഹ്മാണ്ടങ്ങൾക്ക്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3 നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ വീടുകൾക്ക് ഡോർ നമ്പറുണ്ട്.
TC നമ്പറുണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ അനന്തമായ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഏത് ബ്രഹ്മാണ്ടത്തിലെ ഏത് ലോകത്തിലാണ് ഇവർ കഴിയുന്നത് എന്ന രാമൻ്റെ ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി എന്തു മറുപടി പറയാനാണ്? പക്ഷേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞേ പറ്റൂ, പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങ് ദയവായി അവരിപ്പോൾ കഴിയുന്ന ലോകം ഏതാണെന്നും അത് ഇവിടെ നിന്ന് എത്ര അകലെയാണെന്നും ഈ അയോധ്യ രാജധാനിയിൽ നിന്ന് എത്ര ദൂരെയാണെന്നും അങ്ങ് ദയവായി പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടു. രാമപ്രശ്നാഹ സ്പഷ്ടാഹ. രാമൻ്റെ ചോദ്യത്തിന് വ്യാഖ്യാനം ആവശ്യമില്ല, അത് വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. അതുകൊണ്ട് വ്യാഖ്യാതാവ് അതിന് അർത്ഥം പറയുന്നില്ല. കിയത്യധ്വനി സംസാരാസ്തേജാതായേഷു തേ മുനേ മഹദേതദിഹാശ്ചര്യമസ്മാകം കഥിതം ത്വയാ. അങ്ങയുടെ ഓരോ വാക്കുകളും എന്നിലും ഈ സഭാവാസികളിലും അത്യന്തം ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നു. കിയത്യധ്വനി, ഏത് ലോകത്ത്, എത്ര ദൂരെ, ഏത് സംസാരത്തിലാണ് അവർ ജനിച്ച് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മഹദാശ്ചര്യമാണ്, അത്യന്തം ആശ്ചര്യജനകമായ ഒരു കാര്യമാണ്. അങ്ങ് പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്തം വിട്ട് കുന്തം വിഴുങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒന്നും മനസ്സിലാവുന്നില്ല. അനന്തകോടി ബ്രഹ്മാണ്ടം എന്ന് പറയുന്നു, അനന്തമായ ആകാശം എന്ന് പറയുന്നു, ഒരു ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വേറൊരു ബ്രഹ്മാണ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നാണ് രാമൻ ആവശ്യപ്പെടുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നു. സ്ഥിതൗ വിപശ്ചിതൗ രാമ താവുഭൗ ജഗതോർയയോഃ തേസ്മാകം ഗോചരം യാതേ ജഗതി യത്നതോപിനോ. ഒരു മുൻകൂർ ജാമ്യം വാങ്ങിച്ച് വസിഷ്ഠ മഹർഷി രക്ഷപ്പെടുകയാണ്. രാമ, രണ്ട് വിപശ്ചിത്തുകളാണ് ബ്രഹ്മാണ്ടങ്ങളിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ ഏത് ലോകത്തിലാണ് കഴിയുന്നത് എന്നുള്ളത് എനിക്ക് പോലും പിടികിട്ടുന്നില്ല. അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ചോദിക്കും നമ്മോട്. ആദ്യമേ തന്നെ അറിഞ്ഞൂടാ എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ജ്ഞാനഭൂമികകൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. എത്രയുണ്ട് എന്നറിയാം, 7 എന്ന് ഉത്തരം പറഞ്ഞാൽ അതേതൊക്കെയാണെന്നറിയാമോ എന്ന് അടുത്ത ചോദ്യം ചോദിക്കും. ഇപ്പം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതല്ലല്ലോ നമ്മുടെ ജോലി. അവർ ചോദ്യങ്ങളുടെ പുറത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ചോദ്യങ്ങൾ ഒടുങ്ങുകയില്ല. നമ്മൾ ഏതിലാണ് നിൽക്കണമെന്ന് പറയാൻ. അതെ. അപ്പോൾ സ്ഥിതവും വിപശ്ചിതവും, ഏത് ലോകത്താണ് ഈ രണ്ട് വിപശ്ചിത്തുകളും കഴിയുന്നത്, ആ ലോകങ്ങൾ എത്ര ദൂരെയാണ് എന്നൊക്കെ നീ ചോദിച്ചു. അത് എൻ്റെ ദൃഷ്ടിയിൽ പെടുന്ന കാര്യങ്ങളല്ല. ഞാൻ മഹർഷിയാണ്, ദിവ്യദൃഷ്ടിയുള്ള ആളാണ്. പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ അവ തെളിയുന്നില്ല എവിടെയാണ് എന്നുള്ള കാര്യം. ജഗതി യത്നതോപി നോ. വളരെ ഞാൻ ശ്രമിച്ചു നോക്കി. ഈ 2 പേർ ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി. എൻ്റെ ജ്ഞാനദൃഷ്ടി ഉപയോഗിച്ച് ഞാൻ അവരെ തിരഞ്ഞു. പക്ഷേ അവർ ഏത് ലോകത്തിലാണ് കഴിയുന്നത് എന്നുള്ള കാര്യം എനിക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്? രാമൻ്റെ ചോദ്യം വിഡ്ഢി ചോദ്യമായിരുന്നു. മണ്ടൻ ചോദ്യങ്ങൾക്ക് മണ്ടൻ ഉത്തരങ്ങൾ തന്നെ നൽകണം. വസിഷ്ഠ മഹർഷിക്ക് അറിഞ്ഞൂടാത്തത് എന്തെങ്കിലും ഉണ്ടോ? അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ പോലും വ്യക്തമായി കണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ വസിഷ്ഠ പ്രഭൃതികളെപ്പോലെയുള്ളവർക്ക് രാമൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല എന്നുണ്ടോ? പറ്റും. പക്ഷേ അത് പറയുന്നത് കൊണ്ട് ഒരു വിശേഷവുമില്ല. രാമൻ അത് മനസ്സിലാവാനും പോകുന്നില്ല.
എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു എന്നാണ് വസിഷ്ഠ മഹർഷി വ്യാഖ്യാതാവ് വിവരിക്കുന്നത്. സ്വപ്നദൃഷ്ടോ പൂർവോ ഗ്രാമ ഇത കിയദ്ദൂരേ സ്ഥിതി പ്രശ്നവത് രാമപ്രശ്നോയം യോജനസംഖ്യോക്ത്യാ ന സമാധാതും യോഗ്യ ഇതി മത്വാ വസിഷ്ഠഃ തദപരിജ്ഞാനോക്തിച്ഛലേന സ്വാശയം സൂചയന്നുത്തരമാഹ. രാമൻ്റെ ചോദ്യം എങ്ങനെയെന്നോ, സ്വപ്നത്തിൽ ഒരാൾ കണ്ട ഗ്രാമം അയാൾ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം ആ ഗ്രാമം ഇവിടെ നിന്ന് എത്ര അകലത്തിലാണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇവിടെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ ഒരു ഭ്രമമാണ്, അത് വാസ്തവമേ അല്ല. ഉണർന്നെഴുന്നേറ്റാൽ അങ്ങനെ ഒരു ഗ്രാമവും ഇല്ല, അങ്ങനെ ഒരു ലോകവും ഇല്ല. അത് വെറുതെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടതാണ്. ആ ഗ്രാമം ഉണർവിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയാൻ പറ്റും? നീ കണ്ട ഗ്രാമമേ ഇല്ലടാ, അത് നിന്റെ ഭ്രമമായിരുന്നു. നീ സ്വപ്നത്തിൽ എന്തൊക്കെയോ കണ്ടു, അതൊന്നും വാസ്തവമല്ല. അത് വാസ്തവമല്ലെങ്കിൽ പിന്നെ ഈ സ്ഥലത്തിനും ആ ഗ്രാമത്തിനും ഇടയ്ക്കുള്ള ദൂരം എങ്ങനെ പറയാനാണ്? അപ്പോൾ സ്വപ്നത്തിൽ കണ്ട ഗ്രാമം എത്ര ദൂരെയാണ് എന്നുള്ള ഒരാളുടെ ചോദ്യം എങ്ങനെ യുക്തിരഹിതമാണോ, അസംബന്ധമാണോ, അതിന് ഉത്തരം പറയാൻ പറ്റില്ലയോ, അതുപോലെ ഒരു ചോദ്യമാണ് രാമൻ്റേത് എന്ന് മനസ്സിലാക്കിയിട്ട് തദപരിജ്ഞാനോക്തിച്ഛലേന, എനിക്ക് അവരിപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിഞ്ഞൂട രാമ എന്ന് ചുരുക്കി ഉത്തരം പറഞ്ഞു. പിന്നെ ചോദ്യമൊന്നുമില്ല. അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ലല്ലോ. അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ദിക്കിലാണ്, അവിടെ എന്തൊക്കെയുണ്ട്, അവിടെയുള്ള മറ്റ് കാഴ്ചകൾ എന്താണ്, ഇങ്ങനെ ഒരു 100 ചോദ്യം രാമൻ ഒരുപക്ഷെ ചോദിക്കാനിടയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ തന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്ന് വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു. യത്നതഃ പര്യാലോചനേപ്യസ്മാകം തേ ജഗതി ഗോചരം ബുദ്ധിവിഷയതാം നോ യാതേ. ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ 2 വിപശ്ചിത്തുകളും ഏത് ലോകങ്ങളിലാണ് വസിക്കുന്നത് എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല രാമ. എൻ്റെ ദൃഷ്ടിയിൽ നിന്നും വളരെ അകലെയാണ്, അല്ലെങ്കിൽ എൻ്റെ അറിവിന് ഉൾപ്പെടാത്ത ഒരു ലോകത്തിലാണ് അവർ കഴിയുന്നത് എന്ന് വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു. തൃതീയോ മൃഗതാം യാതോ വിപശ്ചിത് യത്ര തിഷ്ഠതി സകദാചിത് സസംസ്കാരോ ഗോചരേ നോവതിഷ്ഠത്തെ. ഈ ബ്രഹ്മാണ്ടങ്ങളിൽ നിന്ന് ഇതര ബ്രഹ്മാണ്ടങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ ഏത് ലോകത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മൂന്നാമതൊരാളുണ്ടല്ലോ, മാനായി ജനിച്ച വ്യക്തി, അവനെവിടെയാണുള്ളതെന്ന് എനിക്കറിയാം. ആ മാനിപ്പോൾ എവിടെയാണ് കഴിയുന്നത്, ഒരു വനപ്രദേശത്തിലാണ് അത് കഴിയുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അതിൻ്റെ ലൊക്കേഷൻ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ, അങ്ങനെയല്ല അതിൻ്റെ ഫുൾ ഫോം. GPS-ലൂടെ ജ്ഞാനികൾക്ക് GPS ഒന്നും വേണ്ട, അവർക്ക് എല്ലാറ്റിനെക്കുറിച്ചും അറിയാം. മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ തൻ്റെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അറിയാൻ സാമർഥ്യമുള്ളവരാണ് ഋഷീശ്വരന്മാർ. അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ പോലും അവർ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെയാണോ ഈ മായാമണ്ഡലമായ ജഗത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്തുണ്ട്, എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റാതെ ഇരിക്കുന്നത്. തൃതീയോ മൃഗതാം യാതഃ, മൂന്നാമത്തെ ആളിൻ്റെ കാര്യം പറയാം. 2 പേരാണ് ദൃശ്യഭ്രമങ്ങളിൽ കുടുങ്ങിക്കഴിയുന്നത്. മൂന്നാമത്തെ ആൾ മാനായി ജനിച്ചു. ആ വിപശ്ചിത്ത് എത്ര തിഷ്ഠതി, എവിടെയാണ് കഴിയുന്നതെന്ന് കദാചിത് സസംസാരഃ ഗോചരേ നോവതിഷ്ഠത്തെ. ആ മാൻ ഏത് ലോകത്തിലാണോ ജീവിക്കുന്നത്, അതൊരു വനപ്രദേശത്തിലാണ്, ആ വനം ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ്, ഒക്കെ ശരി. അത് ഏത് ലോകത്താണ് എന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അത് വേണമെങ്കിൽ പറഞ്ഞാൽ
സ ബ്രഹ്മാണ്ടസ്തദന്തർഗത സംസാരൈ സഹിതഃ സസംസാരഃ നോ ഗോചരേ ബുദ്ധിവിഷയ ഭാവേ അവതിഷ്ഠത്തെ. ഏത് ബ്രഹ്മാണ്ടത്തിലാണ് മൂന്നാമത്തെ വിവശ്യത്ത് മാനായി കഴിയുന്നത് എന്നുള്ളത് അറിയാം. ആ സംസാരം അല്ലെങ്കിൽ ആ ലോകം എനിക്ക് ഗോചരമാണ്, അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിയും, അത് വേണമെങ്കിൽ പറഞ്ഞു തരാം എന്നാണ്. രാമന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ഇപ്പോൾ രാമൻ വീണ്ടും പറയുകയാണ്, ശ്രീരാമ ഉവാച വിപശ്ചിൻ മൃഗതാം യാതോ യസ്മിൻ ജഗതി സംസ്ഥിതഃ തജ്ജഗത്ക്വ മഹാബുദ്ധേ യഥാവത് കഥയാമി മേ. വിപശ്ചിൻ മൃഗതാം യാതഃ, ഏത് ലോകത്തിലാണ് മൂന്നാമത്തെ വിപശ്ചിത്ത് മാനായി കഴിയുന്നത്, ആ ലോകത്തെ അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരൂ. എന്താണ് പറഞ്ഞു തരേണ്ടത്? ആ ജഗത്ത് എവിടെയാണ്? എടോ, അത് ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഏതോ ഒരു ലോകം, ആ ലോകത്തിൽ ഒരു പർവ്വതം, ആ പർവ്വതത്തിൽ ഒരു വനപ്രദേശം, ആ വനത്തിലാണ് മാനായി ഈ വിഭജിത്ത് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആ ലോകം എവിടെ, അതിൻ്റെ ലൊക്കേഷൻ അതറിയണം. സ ജഗത് തജ്ജഗത് ക്വ മഹാബുദ്ധിയ, അല്ലയോ മഹാബുദ്ധിയായ വസിഷ്ഠ മഹർഷേ, ആ ജഗത്ത് എവിടെയാണ്, അത് ഉള്ളതുപോലെ എന്നോട് പറയണമേ. വസിഷ്ഠ മഹർഷി പറഞ്ഞു, പറയാം, അറിയാമെന്ന് പറഞ്ഞു പോയല്ലോ. ഇപ്പോൾ മാനായിട്ട് ഇരിക്കുന്നത് ഏത് ലോകത്തിലാണ് എന്നറിയാമെന്ന് പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ രാമൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീ വസിഷ്ഠ ഉവാച, വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്, ദൂരാത് ദൂരതരം ഗത്വാ പരബ്രഹ്മമഹാംബരേ മൃഗോ വിഭശ്ചിത് ജഗതി സയസ്മിംസ്തജ്ജഗച്ഛൃണു. രാമ, ഇവിടുന്ന് വളരെ 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 ദൂരെ, അങ്ങ് ദൂരെ, കണ്ണെത്താത്തിടത്ത്, എന്തെങ്കിലും പിടി കിട്ടൂ, അതിവിദൂരതയിൽ, ദൂരതരം ഗത്വ, ഇവിടുന്ന് കുറേ ഏറെ പോകണം, ഒരുപാട് ദൂരം പിന്നിടണം, ഈ പരബ്രഹ്മമാകുന്ന അനന്ത ആകാശത്തിലൂടെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ലോകം വരും, ആ ലോകത്തിലാണ് ഈ വിഭജിത്ത് മാനായി കഴിയുന്നത്. ആ ജഗത്തിനെക്കുറിച്ച് പറയാം, കേട്ടോളൂ. തദിദം വിദ്ധി ത്രിജഗതേ ഇഹാസൗ സംസ്ഥിതോ മൃഗഃ ഇദം തത്പരമാകാശം ദൂരാത് ദൂരേ ജഗത് സ്ഥിതം. അങ്ങ് അകലെ, വളരെ ദൂരെ എന്ന് പറഞ്ഞിട്ട് ആ മാൻ വിഭജിത്ത് മാനിൻ്റെ രൂപത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ വസിക്കുന്ന ത്രിലോകങ്ങളിൽ ഒരിടത്താണ്. നമ്മൾ ഭൂമിയിലാണ് വസിക്കുന്നത്. ഭൂമിയുടെ മുകളിൽ സ്വർഗം, താഴെ പാതാളം. ഇതാണ് നമ്മുടെ ലോകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം. പുരാണങ്ങളുമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. സ്വർഗം, ഭൂമി, പാതാളം. പാതാളത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, സ്വർഗലോകത്ത് എന്താണെന്ന് നടക്കുന്നതെന്നും അറിയില്ല. ഭൂമിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു പരിധിവരെ വാർത്താ മാധ്യമങ്ങളിലൂടെയും TV മുതലായ മാധ്യമങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയത് കൊണ്ട് ഒരു വിശേഷവുമില്ല, മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു നഷ്ടവുമില്ല. എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ ഈ വാർത്തകൾ കേൾക്കുന്നത് കൊണ്ട്? എത്ര ചാനലുകൾ, വാർത്താ ചാനലുകൾ, ബ്രേക്കിംഗ് ന്യൂസ്, ബ്രേക്ക് ചെയ്യാത്ത ന്യൂസ്, എന്തൊക്കെയാണ് ഇതൊക്കെ, ഇങ്ങനെ മണിക്കൂർ കണക്കിന്. ട്രംപ് ഇറാനുമായി സംസാരിച്ചു, ആയത്തുള്ള ഖൊമേനിയുമായിട്ട് സംസാരിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവിടെ വെടിനിർത്തൽ സംഭവിച്ചാൽ എന്ത്, സംഭവിച്ചില്ലെങ്കിൽ എന്ത്? നിനക്ക് 3 നേരം ഞം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്നാലും മനുഷ്യർക്ക് ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, ചുറ്റുപാടും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്നറിയാൻ ഒരു വല്ലാത്ത വെമ്പലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഭ്രമമാണ്. ഇങ്ങനെയാണ് മായ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ എന്തൊക്കെ? ഇന്ന് ഒരു വലിയ ടെക്നോ പാർക്ക്, ഒരു വലിയ സംഭവം
ഉദ്ഘാടനം ചെയ്യുകയാണ് എന്നൊക്കെ പത്രത്തിൽ കണ്ടു. എത്രയോ കോടിക്കണക്കിന് രൂപ, എത്രയോ ഏക്കർ സ്ഥലത്ത് 25,000 എത്രയോ ആളുകൾക്ക് ജോലി കിട്ടും. ഒരു വൻ സംരംഭം ആയിക്കോട്ടെ, നല്ലത് തന്നെ. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു ജോലി തരുമോ അവർ? ഇല്ലല്ലോ. പിന്നെ IT പ്രൊഫഷണൽസിന് ജോലി കിട്ടും, കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകും. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? എന്നാലും പുറമേ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ അറിയാൻ വളരെ ഉത്സുകരാണ്. മൃഗോ വിപശ്ചിത് ജഗതി സയസ്മിം തജ്ജഗച്ഛൃണു സയസ്മിംസ് തജ്ജഗച്ഛൃണു. ഈ മൃഗം അല്ലെങ്കിൽ മാൻ ഒരു ലോകത്തിലാണ് കഴിയുന്നത്. ആ ലോകത്തെക്കുറിച്ച് പറയാം. അത് ത്രിജഗതിഹാസവും. ഇവിടെ നമ്മുടെ ഈ ഭൂമി ഏത് ത്രിഭുവനത്തിലെ ഒരു ഭാഗമാണോ, ത്രിഭുവനങ്ങളിൽ ഒന്നാണല്ലോ ഭൂമി, അതേ ലോകത്തിൽ ഒരു സ്ഥലത്താണ് ഈ വിപശ്ചിത്ത് മാനായി കഴിയുന്നത്. ഇദം തത് പരമാകാശം ദൂരാദൂരേ ജഗത് സ്ഥിതം. ഈ പരമാകാശം, ഒരു പരമാകാശത്തിലൂടെ വളരെ ദൂരം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ പരമാകാശം ഇവിടെ തന്നെയാണ്, വളരെ ദൂരത്തിലുള്ള ജഗത്തിലാണ് ഈ വിപശ്ചിത്ത് മാനായി കഴിയുന്നത് എന്നും പറയുന്നു. നമ്മുടെ ത്രിഭുവനം എന്നുള്ള സങ്കല്പത്തിൽ ഒരു ലോകമുണ്ടല്ലോ, ആ ലോകത്തിൽ തന്നെയാണ് ഈ വിപശ്ചിത്തും മാനിൻ്റെ രൂപത്തിൽ കഴിയുന്നത് എന്നും പറയുന്നു. അപ്പോൾ രാമൻ ആകപ്പാടെ കൺഫ്യൂഷനായി. ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം ചെന്നെത്തുന്ന ഒരു ലോകത്തിലാണ് മാനായി കഴിയുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ലോകം തന്നെയാണ്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെയാണ് ആ ലോകം എന്നും പറയുന്നു. രാമന് വല്ലാത്ത ബുദ്ധിഭ്രമമുണ്ടായി. എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയില്ല. പൂർവതന വിപശ്ചിത് ജന്മദേശാത് ദൂരാദൂരേ വ്യവസ്ഥിതം. വളരെ ദൂരെ ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം ചെന്നെത്തേണ്ട ഒരു ലോകത്താണ് എന്ന് പറയുകയും എന്നിട്ട് അത് ഇവിടെ തന്നെയാണ് എന്നും വസിഷ്ഠ മഹർഷി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത് കേട്ടിട്ട് രാമന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. ആ ആശയക്കുഴപ്പം പരിഹരിക്കാനായി രാമൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു. ശ്രീരാമ ഉവാച വിവശ്ചിതസ്മാദേവാസൗ ജഗതസ്താം ഗതിം ഗതഃ ഇഹൈവാദ്യമൃഗോ ജാതഃ കഥമേതത് സമഞ്ജസം. ഈ ലോകത്ത് നിന്നാണ് വിപശ്ചിത്തുക്കൾ യാത്രയായത് ദൃശ്യത്തിൻ്റെ അന്തം കാണാനായി. എന്നിട്ട് ഇവിടെ തന്നെ മാനായി ആ ഒരു വിപശ്ചിത്ത് ജനിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് ഇതിൽ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ എന്നാണ്, ഒരു യുക്തിരാഹിത്യമുണ്ട് അങ്ങ് പറഞ്ഞതിൽ. ഇതെങ്ങനെ സാധ്യമാകും? താം ദിഗന്ധദർശനഗതിം ഗതഹാസന്നെ. ദിഗന്ധങ്ങൾ കാണാൻ അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ അന്തം കാണാനായി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എങ്ങോ ഒക്കെ അവർ ചെന്നെത്തി എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ എവിടെയോ ഒക്കെ എത്തിയ അവർ ഇഹൈവ മൃഗോ ജാത ഇതി, അതിലെ ഒരു വിപശ്ചിത്ത് ഇവിടെ തന്നെ മാനായി ജനിച്ചു എന്ന് അങ്ങ് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ശക്തി എനിക്കില്ല. പരാവൃത്യാ ഗമനം വിന ഇഹ മൃഗജന്മ അസംഭവാദിത്യർത്ഥ. എന്തുകൊണ്ടാണ് രാമൻ വസിഷ്ഠ വചസ്സുകളെ വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ചാൽ, എത്രയോ ദൂരം യാത്ര ചെയ്ത് ഏതൊക്കെയോ ബ്രഹ്മാണ്ടങ്ങൾ താണ്ടിക്കടന്ന് അവർ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റേതോ ലോകത്തിലെത്തിയവർ മടങ്ങി വരാതെ ഇവിടെ എങ്ങനെ പുനർജനിക്കും? ഒരു സ്ഥലത്ത് പോയവർ തിരിച്ചു വന്നിട്ട് വേണ്ടേ ജനിക്കാൻ?
ഇവരെവിടെയോ ഒക്കെ പോയി, എവിടെയാണ് എന്നെനിക്ക് നിശ്ചയമില്ല എന്ന് രണ്ടുപേരുടെ കാര്യം പറഞ്ഞ് വസിഷ്ഠ മഹർഷി കൈയൊഴിഞ്ഞു. പക്ഷേ മാനായി ജനിച്ച ആ വ്യക്തി ഏത് ലോകത്തിലാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ആ വ്യക്തിയും ദൃശ്യത്തിൻ്റെ അന്തം കാണാനായി പോയ ആളാണല്ലോ. എവിടെയൊക്കെയോ അവർ ചുറ്റിത്തിരിഞ്ഞുവല്ലോ. അവർ നമ്മുടെ ലോകത്തിലേക്ക് മടങ്ങിയെത്താതെ എങ്ങനെ മാനായി ജനിക്കാൻ പറ്റും? ഈ പോയവൻ വരണ്ടേ, വന്നിട്ട് വേണ്ടേ ജനിക്കാൻ? പോയവൻ തിരിച്ചു വന്നതായി അങ്ങ് വിവരിച്ചില്ലല്ലോ. അദ്ദേഹം എവിടെയൊക്കെയോ യാത്ര ചെയ്തു, എവിടെയൊക്കെയോ ചെന്നു എന്ന് മാത്രമല്ലേ അങ്ങ് പറഞ്ഞുള്ളൂ. ഇതാണ് രാമൻ്റെ ചോദ്യം. താം ദിഗന്തദർശനഗതിം ഗതസ്സൻ ഇഹൈവ മൃഗോ ജാത ഇതി കഥം സമഞ്ജസം പരാവൃത്യാ ഗമനം വിന. പോയ ആൾ തിരിച്ച് ഇവിടെ തന്നെ വരാതെ മാനായിട്ട് എങ്ങനെ ജനിക്കാൻ പറ്റും എന്ന് രാമൻ ചോദിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച അവയവാനവയവീ നിത്യം വേത്തി അവയവാനവയവീ നിത്യം വേത്തി യഥാഖിലാൻ. അവയവാനവയവീ നിത്യം വേത്തി യഥാഖിലാൻ. ചെറിയ വൃത്തഭംഗമുണ്ട്, സാരമില്ല, അതാണ് ആ മീറ്റർ കിട്ടാത്തത്. തഥാ സർവാനഹം വേദ്മി ബ്രഹ്മണ്യാത്മന്യവസ്ഥിതാൻ. രാമ, സത്യദർശികൾക്ക് അടുത്ത് അകലെ എന്നുള്ള വാക്കുകൾക്ക് വ്യത്യാസമില്ല. എല്ലാം ബോധത്തിലാണല്ലോ പ്രകാശിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചിത്തിലാണ് പ്രകാശിക്കുന്നത്. താൻ ചിത്താണെന്ന് സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക് ദൂരെ അടുത്ത് എന്ന വാക്കുകൾക്ക് അർത്ഥമില്ല. എല്ലാം എന്നിൽ നിൽക്കുന്നു. മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ, അർജുന, എല്ലാം ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുത്തുമണികൾ ഒരു ചരടിൽ എന്ന പോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചരടിന് ഒരു മുത്തുമണിയെ മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എല്ലാ മുത്തുമണികളുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്നതാണ് ചരട്. അതുപോലെ ചിത് സൂത്രം, സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് എന്നർത്ഥം. ബോധമാകുന്ന ചരടിലാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നത്. ആ ബോധമാണെന്ന് സ്വയം സാക്ഷാത്കരിച്ച ഒരു ജ്ഞാനിക്ക് എന്തിനെക്കുറിച്ചാണ് അറിയാൻ കഴിയാത്തത്? അവർ എല്ലാം അറിയുന്നു. അവയവ അനവയവീ നിത്യം, അവയവമുള്ളതിനെയും അവയവമില്ലാത്തതിനെയും എന്ന് പറഞ്ഞാൽ സ്ഥൂലരൂപം ഉള്ളതിനെയും സ്ഥൂലരൂപമില്ലാതെ സൂക്ഷ്മരൂപത്തിൽ കഴിയുന്നവയെയും നിത്യം വേത്തി യഥാഖിലാൻ, സകലതിനെക്കുറിച്ചും എനിക്കറിയാം രാമ. എനിക്കറിഞ്ഞുകൂടാത്തതായ ഒന്നുമില്ല. ഈശ്വരൻ എങ്ങനെയാണോ സർവജ്ഞൻ, അതുപോലെ ജ്ഞാനികളും സർവജ്ഞന്മാരാണ്. അവർക്കറിഞ്ഞുകൂടാത്തതൊന്നുമില്ല. ഒരാൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവൻ്റെ ജന്മകുണ്ടലി എന്ന് പറഞ്ഞാൽ ജാതകം, അവൻ്റെ മൊത്തം ജാതകം, അവൻ ഏതൊക്കെ ജന്മപരമ്പരകളിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളത് ഒരു ജ്ഞാനിക്ക് നമ്മൾ വീഡിയോ കാസറ്റ് ഇട്ട് കാണുന്നത് പോലെ എല്ലാം കാണാൻ പറ്റും. ഒന്ന് സ്കാൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഒരു സ്കാനിങ്ങിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ട് ജ്ഞാനികളുടെ മുമ്പിൽ ഒന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഒന്നും ശ്രമിക്കരുത്. നമ്മളെ കണ്ടിട്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. തഥാ സർവാൻ അഹം വേദ്മി, അവയവങ്ങൾ ഉള്ളവയെയും അവയവങ്ങൾ ഇല്ലാത്തവയെയും എല്ലാറ്റിനെയും ഞാൻ അറിയുന്നു. ബ്രഹ്മണ്യ ആത്മന്യവസ്ഥിതാൻ. അല്ല മഹർഷി, അങ്ങേക്ക് മാത്രം ഇങ്ങനെ എല്ലാം അറിയാനുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടിയത്? കാരണം വേറൊന്നുമല്ല കുഞ്ഞെ, ഈ എല്ലാമായി കാണപ്പെടുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നീ തിരിച്ചറിഞ്ഞിട്ടില്ല. നീ ഒരു കൊച്ചു രാമൻ, ഒരു കുഞ്ഞു രാമനായി ഇരിക്കുന്നത് കൊണ്ട് ഈ എല്ലാറ്റിനെയും കുറിച്ചുള്ള അറിവ് നിനക്ക് ലഭിക്കുന്നില്ല. താൻ ചിത്താണെന്ന് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ അനന്തമായ ചിത്തിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ലോകങ്ങളുണ്ട്, ആ ലോകങ്ങളിൽ ഏതൊക്കെ ജീവികളുണ്ട്,
ഓരോന്നും എങ്ങനെ കഴിയുന്നു, ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. ചിത്സ്വരൂപിയായ എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഓരോന്നും എവിടെയാണുള്ളത്, ഏത് സ്ഥിതിയിലാണുള്ളത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദൂരതരം ചേത്യാദി സർവ പരിച്ഛിന്ന ആത്മദർശിനാമേവ ഭവതി. അകലെ, അതിനേക്കാൾ അകലെ, വളരെ വിദൂരത്തിൽ. ഇതൊക്കെ അജ്ഞാനികളുടെ വ്യവഹാരമാണ്. ജ്ഞാനിക്ക് ദൂരം എന്നൊന്നില്ല. തന്നിൽ സ്ഥിതി ചെയ്യുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. അത് ജ്ഞാനിയുടെ അനുഭവമാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അതിനെ മനസ്സിലാക്കാനുള്ള കഴിവും നമുക്കില്ല. അകലെ, അതിനേക്കാളകലെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ജ്ഞാനിയുടെ നിഘണ്ടുവിലില്ല. പരിച്ഛിന്ന ദർശിനാമേവ ഭവതി. തന്നെ പരിമിതനായ ഒരു ജീവനായി കരുതുന്ന അജ്ഞാനികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള വാക്കുകൾ അർത്ഥവത്താകുന്നത്. അപരിച്ഛിന്നാത്മദർശിനാം ത്വവയവിനാം അവയവായിവ സർവം സന്നിഹിതതരമേവേദി സ്വാനുഭവേനേയ മുക്തിരിത്യാശയേനോത്തരമാഹ. വസിഷ്ഠ മഹർഷി എന്താ പറയുന്നത്? അപരിച്ഛിന്നമായ ആത്മാവ്, അനന്തവും അനാദിയുമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ കണ്ടെത്തിയവർക്ക് ഒരു അവയവിക്ക് തൻ്റെ അവയവങ്ങളെ എങ്ങനെ അറിയാൻ കഴിയുന്നുവോ അതുപോലെ ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയും. നമ്മളൊക്കെ അവയവികളാണ്. അവയവങ്ങളോട് കൂടിയവർ അവയവികൾ. എൻ്റെ ശരീരത്തിൽ നഖമെവിടെയാണ്, വിരലെവിടെയാണ്, കണ്ണെവിടെയാണ്, ചെവി എവിടെയാണ് എന്നറിയാൻ എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ? കാരണം ഇതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ടതാണ്. എന്നിലാണ് ഇത്. അതുകൊണ്ട് ഒരു അവയവിക്ക് അവയവങ്ങളെ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അദ്ദേഹത്തിൻ്റെ അവയവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആ ശരീരം മാത്രമല്ല, സകല ശരീരങ്ങളിലും ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അദ്ദേഹം അറിയുന്നു, അനുഭവിക്കുന്നു. അദ്ദേഹത്തിന് മറ്റ് ലോകങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു വിഷമവുമില്ല. അവയവിക്ക് അവയവങ്ങൾ അകലെയല്ല. എൻ്റെ കാല് എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ല, കാല് അകലെ, വയറ് അരികിൽ. ഇങ്ങനെ പറയുമോ? നിങ്ങൾ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ ഏതാണ് അടുത്തുള്ളത്, ഏതാണ് അകലെയുള്ളത് എന്ന് പറയാൻ പറ്റുമോ? മൂക്ക് വായേക്കാളും ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറയുമോ? ഏതെങ്കിലും ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അകലെ, അടുത്ത് തുടങ്ങിയ വാക്കുകളെ പ്രയോഗിക്കുന്നത്. ജീവൻ ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ്. എല്ലാ അവയവങ്ങളും അവയവിയായ ജീവനെ സംബന്ധിച്ചിടത്തോളം സമദൂരത്തിലാണ് എന്നല്ലേ പറയാൻ പറ്റൂ? കാരണം അവയവങ്ങൾ മുഴുവൻ അവയവി വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെ ചിത്ത് സർവവ്യാപിയാണ്. ആ ചിത്താണ് താൻ എന്ന് സാക്ഷാത്കരിച്ചവർക്ക് ഒന്നും തന്നെ ദൂരത്തല്ല. സർവം സന്നിഹിതതരമേവേദി. എല്ലാം അടുത്താണ്, വളരെ അടുത്താണ്. എന്നിൽ തന്നെയാണ് എല്ലാം നിൽക്കുന്നത് എന്ന് ജ്ഞാനി വ്യക്തമായി അറിയുന്നു. അതുകൊണ്ട് പരലോകജ്ഞാനം അദ്ദേഹത്തിന് അനായാസമായി തീരുന്നു. ഒരു പ്രയാസവുമില്ല. ഈ ലോകങ്ങളെക്കുറിച്ചൊക്കെ ഋഷിമാർ ഇങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മോട് പറഞ്ഞത്. നമ്മൾ കുറേ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും സ്റ്റെതസ്കോപ്പും ഒക്കെ ആയിട്ട് പല കോപ്പുകളുടെ സഹായത്തിലൂടെ എന്തൊക്കെയോ അറിയാൻ ശ്രമിക്കുന്നു. സൂക്ഷ്മദൃഷ്ടിയിലൂടെ ജ്ഞാനികൾ സകലതും അറിയുന്നു.
തൻ്റെ അനുഭവത്തിലൂടെ തന്നെ എല്ലാറ്റിനെയും കുറിച്ച് ജ്ഞാനികൾ അറിയുന്നു. സർവാൻ ബ്രഹ്മാണ്ടാനിധി ശേഷ, സകല ബ്രഹ്മാണ്ടങ്ങളെയും അദ്ദേഹം അറിയുന്നു. പക്ഷേ അതിലൊന്നും അവർക്ക് അശേഷം താല്പര്യമില്ല, ശ്രദ്ധയില്ല. കാരണം എല്ലാം തന്നിൽ നിന്ന് പൊന്തിയ ഭ്രമദൃശ്യങ്ങൾ. ഒരു സമുദ്രത്തിന് പല ഭാഗങ്ങളിലായി പൊന്തുന്ന തിരകളെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? സമുദ്രത്തിന് തിരയെ അറിയാൻ ഒരു പ്രയാസവുമില്ല. കാരണം സമുദ്രത്തിൻ്റെ അവയവമാണ്, അല്ലെങ്കിൽ ഭാഗമാണ് തിരകൾ. അഖണ്ഡമായ ചിത് സമുദ്രത്തിലെ തിരകൾ പോലെയാണ്. വെറും ഭ്രമം, വാസ്തവം പോലും അല്ല, ഭ്രമരൂപത്തിലുള്ള ദൃശ്യങ്ങളാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. അതൊന്നും അറിയാൻ ജ്ഞാനിക്ക് അല്പം പോലും ക്ലേശിക്കേണ്ട കാര്യമില്ല. അനിഷ്ഠിതാൻ സസംഹാരാൻ നാനാകാരാം സ്തുതാൻ ബഹൂന് മിഥഃ പ്രോതാൻ മിഥോ ദൃശ്യാൻ സ്വരൂപാനിവ പാർത്ഥിവാൻ. അനിഷ്ഠിതാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയുമില്ലാതെ അകാരണമായി പൊന്തുന്നതാണ് സകല ജഗദൃശ്യങ്ങളും. സസംഹാരാൻ, അങ്ങനെ ഒരു കാരണവുമില്ലാതെ പൊന്തിയതായതുകൊണ്ട് അവയൊക്കെ എന്നെങ്കിലും മറഞ്ഞു പോവുക തന്നെ ചെയ്യും. നാനാകാരാൻ, പല പല രൂപങ്ങളോട് കൂടിയവയാണ്. താൻ ബഹൂൻ, എണ്ണത്തിൽ അസംഖ്യമാണ്. എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രയും ഭ്രമദൃശ്യങ്ങൾ ഈ ഭ്രമമണ്ഡലത്തിൽ, പ്രപഞ്ചത്തിലുണ്ട്. മിഥഃ പ്രോതാൻ, ഓരോന്നും പരസ്പരം ബദ്ധമായിരിക്കുന്നു, പരസ്പരം കോർക്കപ്പെട്ടിരിക്കുന്നു. മിഥോ അദൃശ്യാൻ, ഒന്നിന് മറ്റൊന്നിനെ അറിയാൻ കഴിയുകയുമില്ല. ഒരു ലോകത്തുള്ളവർക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവില്ല. പിതൃലോകത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദേവലോകത്തിൽ ഇപ്പോൾ ദേവേന്ദ്രൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കൊരു പക്ഷേ നമ്മുടെ ലോകത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് വസിഷ്ഠ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഈ ലോകങ്ങൾ ഒരു മരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്ന പഴങ്ങൾ പോലെയാണ്. ഒരു ജില്ലയിലുള്ള പഴത്തിന് മറ്റൊരു ജില്ലയിൽ എവിടെയാണ് ഒരു പഴം തൂങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ എത്ര പഴങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിയാതിരിക്കുന്നത് പോലെ ബ്രഹ്മമാകുന്ന മഹാവൃക്ഷത്തിൽ പ്രപഞ്ചങ്ങൾ എന്ന് പറയുന്നത് ശാഖകളിൽ കായ്ച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പഴുത്തു നിൽക്കുന്ന പഴങ്ങളെപ്പോലെയാണ്. ഒന്നിന് മറ്റൊന്നിനെ അറിയാനുള്ള കഴിവില്ല. പട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ നേട്ടം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച പട്ടിക്കറിയാമോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടത്. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ചുറ്റി നടപ്പുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ വാതിലൂടെയൊക്കെ പോവും. പക്ഷേ അതിന് കമ്പ്യൂട്ടറിനെ കുറിച്ചോ ഇൻ്റർനെറ്റിനെ കുറിച്ചോ അതുപോലെയുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊന്നും അതിനറിയില്ല. അതൊരു മൃഗമാണ്. ഇതുപോലെ അല്പജ്ഞാനികളായ മനുഷ്യർക്ക് മറ്റു ലോകങ്ങളെക്കുറിച്ചും അറിയാൻ സാധ്യമല്ല. അദൃശ്യാൻ മിഥോദൃശ്യാൻ സ്വരൂപാനിവ പാർത്ഥിവാൻ. പക്ഷേ എല്ലാം ചിത്താണെന്ന് സാക്ഷാത്കരിച്ചവർക്ക് ഇതൊക്കെ അറിയാൻ ഒരു പ്രയാസവുമില്ല. എങ്ങനെയാണോ മണ്ണിന് മണ്ണുകൊണ്ട് നിർമ്മിതമായ വസ്തുക്കളെ അറിയാൻ ഒരു പ്രയാസവുമില്ലാത്തത്, സ്വർണത്തിന് സ്വർണ്ണാഭരണങ്ങളെ അറിയാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? സ്വർണം തന്നെയാണ് സ്വർണ്ണാഭരണങ്ങളായി കാണപ്പെടുന്നത്. അതുപോലെ ചിത്താണ് പ്രപഞ്ചമായും പ്രപഞ്ച പദാർത്ഥങ്ങളായും കാണപ്പെടുന്നത് എന്ന സത്യം സാക്ഷാത്കരിച്ചവർക്ക് അറിയാൻ പറ്റാത്തതായി എന്തെങ്കിലും ഉണ്ടോ രാമ? അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള തത്വദർശികൾക്ക് എല്ലാം അറിയാം. അന്യദൃശ അതീതതരാണാമപി ബ്രഹ്മദൃശ സാമ്പ്രതം സന്നിഹിതതരത്വമേവേദി കാലതോപി ന കസ്യചിത് ദൂരതാസ്തീത്യാശയേന താൻ വിശിനഷ്ടി. ദ്വൈതത്തിൽ കുടുങ്ങിയവർക്കാണ്
അറിവ് പരിമിതമായി പോകുന്നത്. വളരെ വളരെ ദൂരത്തുള്ളവയൊക്കെ അടുത്തെന്ന പോലെ സത്യദർശികൾ അറിയുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള അറിവും ഉണ്ട്. ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു ജ്ഞാനി വ്യക്തമായി അറിയുന്നു. ദേശവും കാലവും അദ്ദേഹത്തെ സംബന്ധിച്ച് മറകളല്ല, ദൂരം അദ്ദേഹത്തെ സംബന്ധിച്ച് ദൂരമല്ല, വിദൂരതയിലുള്ളവയെ അടുത്തെന്ന പോലെ, കൈവെള്ളയിലെന്ന പോലെ അവർ കാണുന്നു. അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെയും അനായാസം അവർ മനസ്സിലാക്കുന്നു. എല്ലാം അവർ നമ്മളുമായി പങ്കുവെച്ചു എന്ന് വരില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ അവർക്ക് നൽകിയിട്ടില്ല. ഇവർ സത്യദർശികളാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നത് നല്ലതല്ല എന്ന് ഈശ്വരൻ കരുതുന്നത് കൊണ്ട് ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി മാത്രമേ ജ്ഞാനികൾ ഒരാളുടെ ഭാവി പോലും പ്രവചിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും അവർ പറയില്ല, അവർക്ക് പറയാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണ ദേവൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം മനസ്സിനെ നിഗ്രഹിച്ച് സമാധ്യവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും എന്തെന്ത് അനുഭവമാണ് എന്നുള്ളതിനെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേ വന്നു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന അനുഭവമാണ് എനിക്ക്, അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. പെട്ടെന്ന് അദ്ദേഹം സംസാരം നിർത്തി. പ്രഭോ പറയൂ, അങ്ങ് എന്തുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത്? ഈ അനുഭവമണ്ഡലത്തിലുള്ളതിനെ വിവരിക്കാൻ എനിക്ക് അനുവാദമില്ല. അമ്മ എന്നെ അതിൽ നിന്ന് തടയുന്നു. ഭവതാരിണി, കാളിദേവിയാണ് അദ്ദേഹം ഉപാസിച്ചത്. ഈശ്വരൻ്റെ അനുവാദമില്ല. കാരണം പ്രപഞ്ചം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അതിനകത്തുള്ള എല്ലാവരും അറിയരുത്. ചിലർ മാത്രം അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളെ മറ്റുള്ളവരും അറിയിക്കാൻ ശ്രമിച്ചാൽ ഈശ്വരൻ അവരെ തടയും. അതുകൊണ്ട് ഒരു ഘട്ടത്തിനപ്പുറത്തുള്ള അനുഭവത്തെ ശ്രീരാമകൃഷ്ണദേവന് വിവരിക്കാൻ കഴിഞ്ഞില്ല. അത് പറയാൻ പറ്റില്ല. ആരോ എന്നെ അതിൽ നിന്ന് വിലക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ എല്ലാം അറിയണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചേക്കുക. എല്ലാം അറിയണ്ട, കുറച്ച് അറിഞ്ഞത് കൊണ്ട് തന്നെ വലിയ ദുരിതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ദുരിതങ്ങളുടെ അളവ് വല്ലാണ്ട് വർദ്ധിക്കും. പരമദുരിതത്തിലാവും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് അറിയേണ്ടത് മാത്രം അറിയാൻ ശ്രമിക്കുക. മറ്റുള്ളത് അറിയാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ ജ്ഞാനികൾക്ക് കാലം കൊണ്ടും ദേശം കൊണ്ടും ഒന്നും വിദൂരതയിലല്ല, എല്ലാം അവരെ സംബന്ധിച്ച് അടുത്താണ്. ചിരകാലോത്തര ഭാവിത്വാത് സാമ്പ്രതമനുഷ്ഠിതാൻ അസഞ്ജാതാൻ തഥാ സസംഹാരാൻ പൂർവകാല നിഷ്പന്ന സംഹാരസഹിതാൻ നാനാകാരാൻ വിചിത്രാൻ മിഥഃ പരസ്പരം അദൃശ്യാനപി ഏകത്ര ചിത്യധ്യാസാത് പരസ്പര പ്രോതാൻ പാർത്ഥിവാൻ പൃഥ്വീവികാരഭൂത പടതന്ത്വാദി സ്വരൂപാനിവ സ്ഥിതാൻ. ഇത്രയുമാണ് പ്രപഞ്ചത്തിലുള്ളത്. പല കാലത്തും പല ജീവികളും പല വസ്തുക്കളുമുണ്ട്. പണ്ടുള്ളവ ഇന്ന് നിലനിൽപ്പില്ല, ഇന്നുള്ളവ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. ഈ ദേശകാലങ്ങൾക്ക് ഉള്ളിലാണ് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി. പണ്ടില്ലാത്തവ ഇപ്പോഴില്ല, പക്ഷേ അതിനെയെല്ലാം അറിയാൻ കഴിവുള്ളവരാണ് ജ്ഞാനികൾ. അസഞ്ജാതാൻ, ഇനി ജനിക്കാൻ പോകുന്നവയെക്കുറിച്ചും, ഇതുവരെ ജനിച്ചിട്ടില്ല, വരാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്നവ, അതിനെയും ജ്ഞാനികൾ വ്യക്തമായി അറിയുന്നു. തഥാ സസംഹാരാൻ പൂർവകാല നിഷ്പന്ന സംഹാരസഹിതാൻ. പണ്ട് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെയാണ് കാലയവനികയിൽ മറഞ്ഞുപോയത്, ഇതെല്ലാം ജ്ഞാനികൾക്ക് പറയാൻ പറ്റും. നാനാകാരാൻ വിചിത്രാൻ, പല ആകൃതിയിലുള്ളവയും
വിചിത്രങ്ങളുമായ പരസ്പരം അറിയപ്പെടാതെ കഴിഞ്ഞിരുന്ന പല ദൃശ്യങ്ങളെയും ഒരിടത്ത് അവർ വ്യക്തമായി അറിയുന്നു. ആ ഒരിടമാണ് ചിത്ത് എന്ന് പറയുന്നത്. താൻ ചിത്താണ്, ആ ചിത്തിലാണ് എല്ലാം പൊന്തി മറയുന്നത് എന്ന് അവർക്ക് വ്യക്തമായി കാണാൻ പറ്റും. പാർത്ഥിവാൻ പൃഥ്വീ വികാരഭൂത പടതന്ത്വാദി സ്വരൂപാനിവ. ഭൂമിയിൽ ഉണ്ടാവുന്നതാണ് എല്ലാം തന്നെ. പടം തന്തു, പടം വസ്ത്രം, തന്തു നൂല്, ഇതെല്ലാം തന്നെ ഭൂമിയുടെ വികാരങ്ങളാണ്. അതിനെയൊക്കെ നമുക്ക് എങ്ങനെയാണോ ഒരു പ്രയാസവും കൂടാതെ അറിയാൻ പറ്റുന്നത്, അതുപോലെ ചിത്തിൽ പൊന്തുന്ന എല്ലാറ്റിനെയും ജ്ഞാനികൾ വ്യക്തമായി അറിയുന്നു. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക്